പുതുതലമുറയെ നാടകത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഉദ്യമവുമായി ദി തിയേറ്റർ പിലാല പാനൂർ. ഇതിന്റെ ഭാഗമായി പിലാലക്കൂട്ടം സീസൺ 2 എന്ന പേരിൽ കുട്ടികൾക്കായി തിയേറ്റർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. പുത്തൻ ചിന്തകൾ, പുത്തൻ ലോകം, പുത്തൻ ഉണർവ് എന്ന ആശയം മുൻനിർത്തിയായിരുന്നു തിയേറ്റർ വർക്ക്ഷോപ്പ്. തറവാട്ട് നിന്നെ ഒഴിവാക്കുക. കൊമ്പങ്കാട്ട് തറവാട്ടിന്റെ പെണ്ണിങ്ങനെ കയറൂല പയ്യന്റെ കൊണ്ട് നടന്നാൽ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 60ഓളം വിദ്യാർത്ഥികളാണ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തത്. വ്യത്യസ്തങ്ങളായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കുക, ആ മാറ്റത്തിലൂടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വർക്ക്ഷോപ്പ്. നാടകം എന്ന കല എല്ലാവരിലേക്കും എത്തിക്കാനാണ് ഇത്തരം ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് എന്ന് ക്യാമ്പ് ഡയറക്ടർ ജിഷ്ണു നിള്ളങ്ങൾ പറഞ്ഞു. ദ തിയേറ്റർ പിലാല പാനൂർ എന്ന ഒരു കുട്ടികളുടെ നാടക മേഖലയിൽ ഇടപെടുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് പിലാലക്കൂട്ടം സീസൺ 2 എന്ന പേരിൽ കുട്ടികളുടെ നാടക പരിശീലനം നടക്കുന്നത്. വ്യത്യസ്തങ്ങളായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കുക, ആ മാറ്റത്തിലൂടെ കുട്ടികളെ മുന്നോട്ട് നയിക്കുക. തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശവും അത് തന്നെയാണ്. നാടകം അഭിനയവും അല്ലെങ്കിൽ അഭിനയ പാഠവും പഠിപ്പിക്കാനോ ഒന്നുമല്ല, ഏറ്റവും കരുത്തരായ യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്കുണ്ട്. അതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഞാനാണ് ക്യാമ്പിൻ്റെ ഡയറക്ടറായി നിൽക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ സബിൻ മാഷുണ്ട്, രജീഷ് ഒളവിലുണ്ട്, വിശ്വൻ അഴിയൂരുണ്ട്, സുബീഷ് ഏട്ടനുണ്ട്, ജിതിനുണ്ട്, അധീനയുണ്ട്, മിലൻ ഷാ. അങ്ങനെ ഒരു 20ഓളം ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. പുതിയ ഒരുപാട് ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു നാടക സംഘത്തെ രൂപപ്പെടുത്തിയെടുക്കുക, ഒരു നാടക രൂപം എല്ലാവരിലേക്കും എത്തിക്കുക, അതിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളൊരു കുഞ്ഞുദ്ദേശം മാത്രമാണുള്ളത്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ക്യാമ്പുകൾ നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശം. അപ്പോൾ ആ ക്യാമ്പുകൾ ഇനിയും സംഘടിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നാടകത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ, അവതരണ ശൈലി, ശരീരഭാഷ തുടങ്ങിയ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ജിനോ ജോസഫ്, എമിൽ മാധവി, കലാമണ്ഡലം മഹേന്ദ്രൻ, സുരേഷ് ബാബു ശ്രീസ്ത, രജീഷ് ഒളവിലം തുടങ്ങിയവർ പരിശീലനം നൽകി.
കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് ഒരു അനക്കനെ 2 മിനിറ്റ് അദ്ദേഹത്തിന്റെ തലയിട്ടിട്ടാണ് നിൽക്കലാണ്. പക്ഷെ ഇത്രയെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ചെണ്ടയായാലും അതിനനുസരിച്ച് ഇങ്ങനെയെല്ലാം മുട്ടാൻ കഴിയുന്നു. നമുക്കാണെങ്കിൽ കുറേ പഠിച്ച് ഒരാഴ്ച പഠിച്ചിട്ട് മുട്ടേണ്ടി വരും. പക്ഷെ എങ്ങനെയായാലും ഒരിക്കലും തീരുന്നില്ല. അത്രക്ക് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലായി. 2 മണിക്കൂറാണ് ക്ലാസ് എങ്കിലും എനിക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിച്ചിട്ടില്ല എന്നാണ് സത്യം. ഒരു സെക്കൻഡ് പോലും എനിക്ക് ബോറടിച്ചിട്ടില്ല. കാരണം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട് ഓരോ കണ്ണിൻ്റെ ചലനങ്ങളും ഓരോ മൂവ്മെൻറ്റ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ ഈ ചെണ്ടയും പിന്നെ ഈ പാട്ടും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞിനെ ഉറക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദിവസങ്ങളിലായി സൗത്ത് പാട്യം UP സ്കൂളിൽ നടന്ന വർക്ക്ഷോപ്പ് ഞായറാഴ്ച സമാപിച്ചു. സബി കല്യാണി, മിലൻ ഷാ മാലൂർ, വിശ്വൻ അഴിയൂർ, ജിതിൻ പൊന്നം, അദീന സുശീലൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.